പ്രിയപ്പെട്ടവരെ നമസ്കാരം. അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞാൻ കുമ്പളത്തെക്കുറിച്ച് ചെറിയൊരു കാര്യം പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുമ്പളത്തിൽ ധാരാളം കാൽസ്യം, വൈറ്റമിന്, അയൺ, നാരുകളൊക്കെ അടങ്ങിയ നല്ലൊരു പച്ചക്കറി ഇനമാണ് കുമ്പളം. എല്ലാ വീടുകളിലും കുമ്പളമൊക്കെ കാണാറുണ്ട്. നമ്മൾ പറമ്പിലൊക്കെ വലിച്ചെറിയുന്ന വിത്തിൽ നിന്ന് പോലും കുമ്പളം ഉണ്ടാകാറുണ്ടല്ലേ. നീർവാഴ്ചയുള്ള മണ്ണിൽ കുമ്പളം നന്നായിട്ട് പിടിക്കും. സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലാണ് ഇതിൻ്റെ കൃഷി ചെയ്യുന്നത്. മണ്ണ് ആഴത്തിൽ കിളച്ച് വേണം നമുക്ക് കുമ്പളം നടാനായിട്ട് തടവെടുക്കേണ്ടത്. 1 അടി ആഴത്തിലും 2.5 അടി വ്യാസത്തിലും കുഴിയെടുക്കണം. കുഴിയിൽ നന്നായിട്ട് ഉണങ്ങിപ്പിടിച്ച കമ്പോസ്റ്റ് വളം, അതായത് കാലിവളം ഏതെങ്കിലും, അതുപോലെ തന്നെ മ്യൂറേറ്റോ പൊട്ടാഷോ ഒരു കുറച്ച്, അതായത് 1/2 കിലോയിലും ഇട്ട് കൊടുക്കണം. അങ്ങനെ നന്നായിട്ട് ഇളക്കിയിട്ട് ആ തടത്തിൽ വേണം നട്ടു കൊടുക്കാൻ. വലിയ പരിചരണമൊന്നും കുമ്പളത്തിന് വേണ്ടി വരത്തില്ല. നന്നായിട്ട് പടർത്തി വിട്ട് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കായകൾ ലഭിക്കും. കുമ്പളത്തിന് നമ്മൾ വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ഇനം വിത്തുകൾ തിരഞ്ഞെടുക്കണം. KAU നല്ല ഇനം വിത്താണ്. ഇത് ഈ കുമ്പളം പ്രത്യേകിച്ച് കീടങ്ങളൊന്നും അധികം ബാധിക്കത്തില്ല. എപ്പോഴും നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കണം. തടത്തിൽ നന്നായിട്ട് വളമിട്ട് കൊടുക്കണം. അതൊക്കെ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നല്ല വിത്താകുമ്പോൾ രോഗപ്രതിരോധ ശേഷി കൂടുതലുണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് കുമ്പളത്തിനെന്ന് പറയുമ്പോൾ നാടൻ കുമ്പളമുണ്ട്, തടിയങ്ക എന്ന് പറയുന്ന വലിയ പച്ചക്കറികളിലൊക്കെ കിട്ടത്തില്ല, വലിയ ഇനം കുമ്പളമുണ്ട്, നെയ്ക്കുമ്പളമുണ്ട്. നെയ്ക്കുമ്പളത്തിന് ഒത്തിരി ഔഷധ ഗുണങ്ങളുണ്ട്. നന്നായിട്ട് ഫൈബർ കണ്ടൻറ്റ്, അതിനകത്ത് നല്ല വൈറ്റമിൻ ഉണ്ട്, കാൽസ്യം, അയൺ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും രോഗം, വയറ്റിലോ കുടൽ സംബന്ധിക്കുന്ന രോഗമൊക്കെ ഉണ്ടെങ്കിൽ കുമ്പളങ്ങയുടെ നീര് ഉപയോഗിക്കാൻ നല്ലതാണ്. അത് ഔഷധത്തിനായിട്ട് നമ്മൾ എടുക്കുന്നതുകൊണ്ട് തന്നെയുമല്ല, വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഏതെങ്കിലും കുറ്റിച്ചെടികളിലോ മരത്തിലോ ഒക്കെ പടർത്തി വിട്ട് കഴിഞ്ഞാൽ അത് നന്നായിട്ട് വിളഞ്ഞ് പാകമാകുമ്പോൾ പറിച്ചരച്ച് ചാരനിറം നന്നായിട്ട് കുമ്മായം പോയി പൂശി വരുന്ന ഒരു ടൈം ഉണ്ടാകുമ്പോൾ ഇതിന് ഭാരക്കുറവും കാണും. ആ സമയത്ത് നന്നായിട്ട് വിളഞ്ഞു വരുമ്പോൾ അപ്പോൾ നമ്മൾ പറിച്ച് സൂക്ഷിച്ചിട്ട് മരുന്ന് കടയിൽ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല കാശ് കിട്ടും. 1 കിലോയ്ക്ക് 90-100 രൂപയൊക്കെ വില വരെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലായെങ്കിൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.